കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നിറവേറ്റി കൊടുക്കണമല്ലോ. കൊല്ലം മൈനാഗപ്പള്ളി ചിത്രവിലാസം LP സ്കൂളിലെ കുട്ടികൾ വാർഡ് മെമ്പറോട് ഒരാഗ്രഹം പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി മെമ്പർ ബിജുകുമാർ പഞ്ചായത്തിന്റെ സഹായത്തോടെ കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. എന്താണ് ആഗ്രഹം എന്നല്ലേ നോക്കാം. പ്ലാനറ്റോറിയം എന്ന് പറയുന്ന ഒരു സംഭവം പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് അസാധ്യമാണ്. പക്ഷേ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PM സെയ്ദാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഊർജ്ജം പകരുന്നത്. അദ്ദേഹം പറഞ്ഞത്, നീ അതിൻ്റെ സാധ്യതകളെപ്പറ്റി പഠിക്കുക, നമുക്ക് അങ്ങനൊരു പ്ലാനറ്റോറിയം നിർമ്മിക്കാം എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള മോഡലുകൾ മാത്രം വെച്ച് കുട്ടികളെ കാണിക്കാൻ വെച്ചിരിക്കുന്ന ഒരു പ്ലാനറ്റോറിയം ഉണ്ട്. അത് ഞാൻ പോയി കണ്ട് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ശില്പിയായ ശിവപ്രസാദ് സാറിലേക്ക് എത്തുന്നത്. ശിവപ്രസാദ് സാറിന്റെ അടുത്ത് ആലോചിച്ചപ്പോൾ സാറ് പറഞ്ഞ്, ആ കാഴ്ചപ്പാട് കൊള്ളാം, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PM സെയ്ദ് അകമഴിഞ്ഞ് സഹായിച്ചതിന്റെ പേരിലാണ് ഈ സ്കൂളിൽ ഈ പ്ലാനറ്റോറിയം യാഥാർത്ഥ്യം. സ്കൂളിൽ ഒരു സെമി പ്ലാനറ്റോറിയം എന്നത് ഒരുപക്ഷെ അപൂർവമായിരിക്കും. മൈനാഗപ്പള്ളി ചിത്രവിലാസം LP സ്കൂളിലെത്തിയാൽ ഇപ്പോൾ സൗരയുധവും ഗ്രഹങ്ങളും ചന്ദ്രയാൻ ദൗത്യവുമെല്ലാം കൺമുന്നിൽ കാണാം, തൊട്ടു മനസ്സിലാക്കാം. സിസ്റ്റവും ഓരോ നാട്ടിലെ സമയവും ഗ്രഹങ്ങളും ഭൂമിയും നക്ഷത്രം. കുട്ടികൾ ഓരോരുത്തരും ഇവിടെ അധ്യാപകരായി മാറുന്നു. സഹപാഠികൾക്ക് ശാസ്ത്രത്തിലെ കാഴ്ചകൾ ഓരോന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. സൂര്യന് ചുറ്റും കറങ്ങുകയാണ്. അത് മാത്രമല്ല, ഇത് ഭൂമി തന്നെത്താനേ കറങ്ങുന്നുണ്ട്. പഠിക്കാൻ എളുപ്പമാണ് ഇത് കാണുമ്പോൾ. എന്തൊക്കെയുണ്ട് ഇതിനകത്ത്, ഈ റൂമിനകത്ത് പ്ലാനറ്റോറിയത്തിൽ? ഭൂമിയും റോക്കറ്റും പിന്നെ സോളാർ സിസ്റ്റവും. പദ്ധതിക്ക് മൈനാഗപ്പള്ളി പഞ്ചായത്തും പ്രസിഡന്റും പൂർണ്ണ പിന്തുണ നൽകി. 17 ലക്ഷം രൂപ മുടക്കിയാണ് പ്ലാനറ്റോറിയം പണി പൂർത്തിയാക്കിയത്. കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും. നമ്മുടെ കുട്ടികൾക്ക് കേട്ടുകേൾവി മാത്രമുള്ള നമ്മുടെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെല്ലാം നമ്മളൊരു വിരൽത്തുമ്പിലാക്കിയിരിക്കുകയാണ്. അതായത് നമുക്ക് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഓൺലൈൻ വഴി എടുത്ത് നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്കിനി ഒരു റിസ്ക്കും ഇല്ലാതെ നേരിട്ട് നമ്മുടെ കുട്ടികളെ ഓരോന്നും കണ്ടുപഠിപ്പിക്കാം. ചന്ദ്രഗ്രഹണമായാലും സൂര്യഗ്രഹണമായാലും അതേപോലെ കൃത്രിമ ഉപഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ വേറെ പല മെത്തേഡുകളുമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിനെല്ലാം ഞങ്ങൾക്കൊരു സൊല്യൂഷനായി. ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും ഇനിയും ചില ഉപകരണങ്ങൾ കൂടി സെമി പ്ലാനറ്റോറിയത്തിന് ആവശ്യമുണ്ട്. ലിജോ റോളൻസ്, മീഡിയ 1, കൊല്ലം.